ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. നമ്മളിത് 2 ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫസ്റ്റ് ലെയർ നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് ഫ്രഷ് മിൽക്കും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണം. ആദ്യം ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസാണിത്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വരും. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒന്നുകിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ റോസ് എസൻസോ അല്ലെങ്കിൽ വാനില എസൻസോ നമുക്കിത് ചേർക്കാം. ഞാനിവിടെ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചച്ചുവ കൂടെ മാറണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചതിന് ശേഷം നമ്മൾ പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യണത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് കോക്കനട്ട് മിൽക്ക് പുഡിങ് ഉണ്ടാക്കാം. അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അതിനുവേണ്ടി 1/2 കപ്പ് ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് സോക്ക് ചെയ്ത് വെച്ച 1.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ആണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഷുഗറിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. പക്ഷേ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുഡിങ്ങിൻ്റെ കളർ തന്നെ മാറിപ്പോകും. പിന്നെ ടേസ്റ്റ് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. നമ്മുടെ കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. പിന്നെ കോക്കനട്ട് മിൽക്കിൽ തന്നെ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം ഷുഗർ ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു എസൻസും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റാണ് നമുക്ക് വരേണ്ടത്. ആദ്യം ഉണ്ടാക്കിയ റോസിൻ്റെ ഫ്ലേവറും കോക്കനട്ട് മിൽക്കിൻ്റെ ഫ്ലേവറും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി റോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ വാനില ഫ്ലേവർ ഉപയോഗിക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളച്ച് പോകരുത്. ഈ ചൈന ഗ്രാസും തേങ്ങാപ്പാലും കൂടെ ഒന്നിങ്ങോട്ട് മിക്സായി വന്നാൽ മതി. രണ്ടിൻ്റെയും ചൂട് ഏകദേശം ഒരുപോലെ ആയി കിട്ടിയാൽ മതി. തിളച്ച് പോകരുത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്.
പക്ഷെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇനി ഇത് ആദ്യം ഉണ്ടാക്കി വെച്ച ലെയറിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതും അരിച്ചതിന് ശേഷം വേണം നമ്മളതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് ലെയറായ ബീട്രൂട്ട് റോസ് പുഡിങ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ രണ്ടാമത്തെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോഴേക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് വെച്ചിട്ടൊന്ന് അലങ്കരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പിൽ ഒന്ന് വിളയിച്ചെടുത്ത ഗ്രേറ്റഡ് ബീട്രൂട്ടാണ്. നമുക്ക് ഇത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം. പുഡിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ പീസുകളായി കട്ട് ചെയ്തിട്ട് അതുപോലെ സെർവ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.